ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ഏതായാലും എടുക്കാം. അത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു കളറാവുന്ന വരെ മൂപ്പിച്ചെടുക്കുക. ഈ നാളികേരക്കൊത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് എടുക്കാം കേട്ടോ. കാഷ്യൂനട്ട് ആയാലും മതി. ഇപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന വരെ വഴറ്റിയെടുക്കാം. പഴം ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക, അല്ലെങ്കിൽ പഴത്തിൻ്റെ ആ ഒരു കറച്ചുവ ഉണ്ടാവും. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടി. പാക്കറ്റ് പൊടി ആയാലും കുഴപ്പമില്ല, ഏതായാലും എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കരയോ പഞ്ചസാരയോ ഏതായാലും എടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വരില്ല. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ പഴത്തിൻ്റെ മധുരം കൂടി കണക്കാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പിനും 1 കപ്പിനും ഇടയിലാണ് ശർക്കരപ്പാനി ഉണ്ടായിരുന്നത്. അതിൽ ഒരു 1/2 കപ്പും കുറച്ച് കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് ബാക്കി വന്നിട്ടുണ്ടാവും. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് നാളികേരപ്പാലാണ് ചേർക്കുന്നത്. നാളികേരപ്പാൽ തന്നെ ചേർക്കണം എന്നില്ല. അതിന് പകരം നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ നാളികേരപ്പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാലും അത് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് അധികം കട്ടിയില്ലാതെ എന്നാൽ ലൂസാവാനും പാടില്ല, ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഏകദേശം 1/2 കപ്പും 2 ടേബിൾ സ്പൂണും നാളികേരപ്പാലാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ പഴം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ നേന്ത്രപ്പഴമാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഏത് പാത്രത്തിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. അപ്പോൾ പാത്രത്തിൽ ആദ്യം നമ്മൾ കുറച്ച് എണ്ണയോ നെയ്യോ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അത് വെന്ത് കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രം ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇതിന് ആദ്യത്തെ ഒരു 3 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം, ആ മാവ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഇതുപോലെ കത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തോന്ന് അർത്ഥം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് ഇത് പുറത്തെടുത്ത് വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കത് പാത്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് വിട്ട് കിട്ടില്ല, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ തട്ടി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വീഴും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നേന്ത്രപ്പഴമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്.
അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. എന്നാലും ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്